നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 21, 2025 തിങ്കൾ. അങ്ങനെ തുടർച്ചയായി 3 ആഴ്ചയിലും നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചെങ്കിലും ഈ ആഴ്ചയും അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഒരു കൺസോളിഡേറ്റഡ് ആയ ട്രേഡിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. കാരണമാകുന്നത് അമേരിക്കയുമായിട്ടുണ്ടാകുന്ന ട്രേഡ് ഡീലിൽ നിലനിൽക്കുന്ന അൺസർട്ടനിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന Q1 ഏർണിങ്സും അതുകൂടാതെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും പുതിയ അഡീഷണൽ താരിഫ് റഷ്യയുമായി ബന്ധപ്പെട്ട് ഓയിലിന്റെ വ്യാപാരത്തെ തുടർന്ന് വരുമോ എന്നുള്ള ആശങ്കകളും മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും നമ്മുടെ മാർക്കറ്റില് പോസിറ്റീവായ ഔട്ട്ലുക്കാണ് നിലനിൽക്കുന്നതെന്നാണ് നിലവില് അനലിസ്റ്റുകളുടെ അഭിപ്രായം. ഇതുകൂടാതെ തുടർച്ചയായി ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 2 ആഴ്ചയിലും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്നതും കണ്ടു. അതുപോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായി വരുന്ന സെല്ലിങ്ങും നമ്മുടെ മാർക്കറ്റിനെ തളർത്തുന്നുണ്ട്. എങ്കിൽ കൂടിയിട്ടും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ തത്തുല്യമായി തന്നെ ബൈ ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിന് പിടിച്ചു നിൽക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 374.74 കോടി രൂപയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ ബൈ നടത്തുകയുണ്ടായി. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2103.51 കോടി രൂപയ്ക്കും ബൈ നടത്തി നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,900 എന്ന ലെവല് വളരെ ക്രൂഷ്യലാണ്. കാരണം നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് നിലനിൽക്കുന്നത് 24,932 എന്ന ലെവലിലാണ്. വെള്ളിയാഴ്ച നിഫ്റ്റി ഈ ലെവല് ബ്രേക്ക് ചെയ്യുന്നത് കണ്ടു. 24,918 എന്ന നിലയിലാണ് നിഫ്റ്റി സപ്പോർട്ട് എടുക്കുകയുണ്ടായത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലും ഇന്നും 24,900 എന്ന ലെവൽ വളരെ ക്രൂഷ്യലായിട്ട് മാറും. കാരണം ഈ ലെവലിലാണ് നിഫ്റ്റിയുടെ മിഡ് മൂവിംഗ് ആവറേജ് ആയ 50-day EMA നിലനിൽക്കുന്നത്. സോ നിഫ്റ്റി 24,900 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,700 എന്ന ലെവൽ അടുത്ത സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തേക്കാം. അവിടെ നിന്നും ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 24,500 എന്ന ലെവല് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കലിയും ക്രൂഷ്യലിയും സപ്പോർട്ടായിട്ട് മാറിയേക്കാം. 24,500 എന്ന ലെവല് വീക്ക്ലി ബേസിസിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും പറയപ്പെടുന്നു. അതേസമയം നിഫ്റ്റിക്ക് 25,000 എന്ന ലെവലിൽ അതിശക്തമായി മുന്നേറുവാൻ സാധിക്കുകയാണെങ്കിൽ 25,100 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാമെന്നും അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം കൂടാതെ 25,350 എന്ന ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് നടത്തിയാൽ മാത്രമേ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് ഒരു വലിയ കുതിപ്പിന് സാധ്യമാകുക ഉള്ളൂ എന്നാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായം. ഇതൊക്കെ അനലിസ്റ്റുകളുടെ അഭിപ്രായമാണ്. ഇതൊന്നും കോൺക്രീറ്റ് അല്ല, മാർക്കറ്റാണ്. കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാമെന്ന കാര്യം കൂടി ഓർമ്മയിൽ വെക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഹെവി വെയ്റ്റ് സ്റ്റോക്സ് ആയ റിലയൻസ് ഇൻഡസ്ട്രീസ്, ICICI ബാങ്ക്, HDFC തുടങ്ങിയ സ്റ്റോക്കുകളുടെയൊക്കെ Q1 റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. ഇന്നലത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ സ്റ്റോക്കിംഗ് ന്യൂസ് നമ്മൾ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. സോ ഈ 3 ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ടുകളും ഹെവി ആയി തന്നെ നമ്മുടെ മാർക്കറ്റിന്റെ ഇന്നത്തെ ഓപ്പണിംഗ് സെക്ഷനിൽ സ്വാധീനിക്കും. അതുകൂടാതെ മറ്റ് പല കമ്പനികളുടെയും Q1 ഏർണിങ്സ് റിലീസ് ചെയ്യുകയുണ്ടായി. സോ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ആക്ഷൻസിനെ പ്രധാനമായും സ്വാധീനിക്കുക ഈ ഘടകങ്ങളായിരിക്കും. അൾട്രാടെക് സിമെന്റ്, ഇറ്റേണൽ, ഹാവൽസ് ഇന്ത്യ, IDBI ബാങ്ക്, ആന്ധ്ര സിമന്റ്സ്, CI ഓട്ടോമോട്ടീവ് ഇന്ത്യ, ക്രിസിൽ, ധനലക്ഷ്മി ബാങ്ക്, ഒബ്രോയ് റിയാലിറ്റി, പരാഗ് മിൽക്ക് ഫുഡ്സ്, പഞ്ചാബ് നാഷണൽ ഹൗസിംഗ് ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇന്ന് പ്രധാനമായിട്ടും Q1 റിസൾട്ടുകൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. സോ നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് പ്രധാനപ്പെട്ട IT കമ്പനികളുടെയും ആക്സിസ് ബാങ്കിന്റെയൊക്കെ Q1 ഏർണിങ്സ് മോശമായി വന്നതിനെ തുടർന്ന് നമ്മുടെ മാർക്കറ്റിൽ നഷ്ടം നേരിടുന്നതായിട്ട് കണ്ടു. തൽഫലമായിട്ട് സെൻസെക്സിന് 743 പോയിന്റുകളും നിഫ്റ്റിക്ക് 181 പോയിന്റുകളും വീക്ക്ലി ബേസിസിൽ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യ വിക്സും കഴിഞ്ഞ ആഴ്ചയിൽ 3.6% ഇടിവ് രേഖപ്പെടുത്തുക ഉണ്ടായി. സോ ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം Q1 ഏർണിങ്സ് ആയിരിക്കും ലോക്കലി, അതായത് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം വരുന്നത് വരെ Q1 ഏർണിങ്സ് തന്നെയായിരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ ഈ ആഴ്ചയെ ഗതിയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട
ഒരു ഘടകമായി മാറുക. കാരണം നിലവിൽ നമ്മൾക്കറിയാം നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രൂപയുടെ വില ഇടിയുന്നു. മാർക്കറ്റിന്റെ വാല്യുവേഷൻസ് ഒക്കെ ഇപ്പോൾ ഹയർ ആണ്. നമ്മുടെ മാർക്കറ്റ് ഇനി ശക്തി പ്രാപിക്കണമെങ്കിൽ ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ Q1 ഏർണിങ്സും നല്ലതായിട്ട് തന്നെ വരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെയും നിക്ഷേപകരെയും നമ്മുടെ മാർക്കറ്റിലേക്ക് ആകർഷിക്കുകയുള്ളൂ. ഇത് വിപരീതമായി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ രൂപ ഇടിവ് തുടർന്നുകൊണ്ടിരുന്നാലും അതേസമയം Q1 ഏർണിങ്സ് മോശമായാലും അത് നമ്മുടെ മാർക്കറ്റിനെ വീണ്ടും കൂടുതൽ ഇടിവിലേക്ക് നയിച്ചേക്കാം. വെള്ളിയാഴ്ച യുഎസിലെ ലീഡിംഗ് ആയ നമ്മുടെ എല്ലാ ADR സ്റ്റോക്സും നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസില് വെള്ളിയാഴ്ച ഫ്ലാറ്റ് ആയ ക്ലോസിംഗോട് കൂടിയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെക്ഷനാണ് ദൃശ്യമായതെങ്കിലും നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 69 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടരുന്നത്. വെള്ളിയാഴ്ച യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്സിലുണ്ടായ ഉയർന്ന നേട്ടത്തെ തുടർന്ന് UK, ഫ്രാൻസ് മാർക്കറ്റുകൾക്ക് നടത്താനായിട്ട് സാധിക്കുകയുണ്ടായി. തത്സമയം ജർമ്മൻ മാർക്കറ്റ് 81 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.59 ആയിട്ട് അൾട്രാ ബെയറിഷ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 25,050 എന്ന നിലയിലും. നിഫ്റ്റിയില് നിലവിലെ ഡെയിലി ചാർട്ട്സിൽ ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസ് ആയ 10 ഡേ 20 ഡേ മൂവിംഗ് ആവറേജസിന്റെ ഒക്കെ താഴേക്ക് പതിച്ച് മിഡ് ഡേ മൂവിംഗ് ആവറേജസ് ആയ 50 ഡേ EMAയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ഈ ലെവൽ ടെസ്റ്റ് ചെയ്യുന്നതായിട്ടും കണ്ടു. സോ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,900 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലാണ്. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,200 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 25,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. 24,900 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. തത്സമയം ഇതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.72 ഇടിഞ്ഞിട്ടുണ്ട്. തത്സമയം മാക്സ് പെയിൻ 56,500 എന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ഡെയിലി ചാർട്ട്സിൽ ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ദൃശ്യമാകുന്നത്. വെള്ളിയാഴ്ചത്തെ ഇടിവോട് കൂടിയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20 ഡേ EMAയുടെ താഴേക്ക് പതിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നത്. തത്സമയം 56,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. പുട്ട് സൈഡിലേക്ക് 56,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 56,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 33% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1,169 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ടോട്ടൽ ഇൻകം 9,500 കോടി രൂപയിൽ നിന്നും 10,374 കോടി രൂപയിലേക്ക് ഉയർച്ച രേഖപ്പെടുത്തി. JSW സ്റ്റീൽ കമ്പനിയുടെ പ്രോഫിറ്റ് 158.5% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 2,184 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂ 0.5% ഉയർച്ചയും രേഖപ്പെടുത്തി. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് പ്രോഫിറ്റ് 15.6% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 580.9 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തത്സമയം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 6.5% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. പഞ്ചാബ് സിന്ധ് ബാങ്ക് പ്രോഫിറ്റ് 48.3% ഉയർന്നുകൊണ്ട് 269.2 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. തത്സമയം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 5.9% ഉയർച്ചയും രേഖപ്പെടുത്തി. ബന്ധൻ ബാങ്ക് പ്രോഫിറ്റ് 65% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1,063.5 കോടി രൂപയിൽ നിന്നും 372 കോടി രൂപയിലേക്ക് പതിക്കുകയുണ്ടായി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും 7.7% ഇടിവ് രേഖപ്പെടുത്തി. റിലയൻസ് പവർ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറില് 97.9 കോടി രൂപ നഷ്ടത്തിൽ നിന്നും 44.7 കോടി രൂപയുടെ ലാഭം കൈവരിക്കുകയുണ്ടായി. തത്സമയം റവന്യൂവില് 5.4% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. JK സിമന്റ് പ്രോഫിറ്റ് 75.4% ഉയർന്നുകൊണ്ട് 324.3 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റവന്യൂ 19.4% ഉയർച്ചയും രേഖപ്പെടുത്തി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു.
വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.